എന്ന് പറയുന്നതും മുസ്ലിം സഹോദരന്മാർ എന്ന് പറയുന്നതും നമുക്ക് അന്യമായിട്ടുള്ള ഒന്നല്ലല്ലോ. ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ് എന്നാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. BJPയെ കരിവാരി തേക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകളായി വേഷം നടിച്ചുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുകയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ആളുകൾക്ക് RSSന് ഒരിക്കലും മറ്റൊരു മതവിശ്വാസിയെ ഇകഴ്ത്തി കാണിക്കാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക്. ഇത് മനഃപൂർവ്വം RSSനെ BJP മോശമാക്കാൻ വേണ്ടി ചിലരുണ്ടാക്കുന്നതായിരിക്കും. എന്ത് പ്രഹസനമാണ് സജി. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പള്ളിക്കെതിരായിട്ടോ ഏതെങ്കിലും ഒരു വികാരി അച്ഛനെതിരായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെതിരായിട്ട് ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും രണ്ടും അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ. വിശ്വസിക്കാൻ പാടാട്ടോ. Next. आप मुसलमान हैं ना, तो इस वीडियो को एक शेयर करके जाना. എന്താരോ മഹാനു ഫാവുലു. അവസാനം നീ കരയും മോനെ. അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്ത് അറിയാണ്ട് പറ്റിയതാണ്. ഏത് തെണ്ടി, ഇതാണോ സംസ്കാരം? ഛത്തീസ്ഗഡിലെ അവസ്ഥ ക്രിസ്മസിന് ഛത്തീസ്ഗഡ് പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. അവസ്ഥ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത കേരളത്തിലും BJP വരുന്നവർ കാണും, വരണം ആഗ്രഹിക്കുന്നവർ കണ്ടു പഠിച്ചോ, ഇവിടെ കണ്ടു പഠിച്ചോ. സാറന്മാരുണ്ട്, നാളെ ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ ഇത് പരിശോധിക്കുക. എന്തെങ്കിലും ഒരു ക്രൈം ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നു ജോസ്പേട്ട, ഇനിയെങ്കിലും ഈ പന്നത്തരം പറച്ചിലൊന്ന് നിർത്ത്. നിങ്ങളൊക്കെ അല്ലേ BJP വരണം ഭയങ്കര ഛത്തീസ്ഗഡിലെ ഏറ്റവും വലിയ മാളാണ് മാഗ്നറ്റ മാൾ, അവിനാശ്. എന്റെ അവസ്ഥ നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാൻ വേണ്ടത്. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം സാർ. ചെല്ല്, ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാർ വല്ല കൂട്ടാത്മഹത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ.